ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ നെവിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. എന്ത് കാര്യത്തിനായിരുന്നു നെവിന് ഈ തുള്ളിച്ചാടി പുറത്തേക്ക് ഓടിയതെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. കാരണം ഒരുപാട് പേര് പ്രൊവോക്ക് ചെയ്തു, പുള്ളിക്കാരൻ അതിൽ വീണു. ഇതൊരു ഗെയിമാണ്, ഇതിൻ്റെ മെയിൻ നേച്ചർ തന്നെ ഈ പ്രൊവോക്കിംഗ് ആണ്. അതിൽ വീഴാതെ സർവൈവ് ചെയ്ത് പോകുന്നത് തന്നെയാണല്ലോ ഈ ഗെയിം. എന്തായാലും പുള്ളിക്കാരൻ്റെ കാര്യം ഇതോടുകൂടി കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. വൈൽഡ് കാർഡായിട്ടോ വല്ല സീക്രട്ട് റൂമിലൊന്നും കയറിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. കാരണം അപ്പാനിയോട് ബിഗ് ബോസ് സ്റ്റോർ റൂമിൽ നിന്ന് എന്തോ ഒരു സാധനം കളക്ട് ചെയ്യാൻ പറയുന്നു. അപ്പോൾ പോയി നോക്കുമ്പോൾ അത് ലെറ്ററാണ്. ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് നെവിൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് സ്റ്റോർ റൂമിൽ തിരികെ കൊണ്ടുപോയി വെക്കാനാണ്. അപ്പോൾ അതോടുകൂടി നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, നെവിൻ ഈ സീസണിൽ ഔട്ടായിട്ടുണ്ട്. അതായത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോയിരിക്കുന്നു. കാരണം എല്ലാ സാധനങ്ങളും ഇവരെല്ലാവരും പാക്ക് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. ഷാനവാസും അപ്പാനിയും അതുപോലെ തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജിസേലും ഇവരുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുന്നത് ഓരോരോ ഗ്രൂപ്പായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ആദില നൂറ് അപ്പുറത്തൊരു കാര്യം പറയുന്നുണ്ട്. മറ്റേ റൂമിൽ ആര്യൻ, ജിസേൽ, റെന ഫാത്തിമ, അക്ബർ അതുപോലെ തന്നെ അപ്പാനി, ഈ ഒരു ഗ്യാങ് കൂടി ഇടയ്ക്കൊന്ന് അനുവിനെ ബുള്ളി ചെയ്യുന്നുണ്ട്. അനുവിനെ പറ്റി ആവശ്യമില്ലാത്തതൊക്കെ പറയുന്നുണ്ട്. അന്നത്തെ ആ ഗൂഢോത്രം, ആ സംഭവങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് തന്നെ റെന ഫാത്തിമയുടെ അടുത്ത് പറയുന്നത്, നിൻ്റെ ബന്ധം ചിലപ്പോൾ ഇവള് വിചാരിച്ചാൽ വേറെ ആവാം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും റേനയുടെ എന്ന് പറഞ്ഞൊരു കരച്ചിലൊക്കെ ഉണ്ട്. അങ്ങനെ ഒനിയലിൻ്റെ ബർത്ത്ഡേ കേക്കൊക്കെ സന്തോഷത്തോടെ കഴിച്ച് വിഷമത്തോടെ ഈ ഗ്യാങ്, അക്ബർ ഗ്യാങ് ഒരു മൂലയ്ക്ക് ഇരുന്ന് അനുവിനെ കുറ്റം പറഞ്ഞിരിക്കുകയാണ്. അനുവിൻ്റെ ജോലിയായിട്ട് കിച്ചണിൽ പോകുന്നുമുണ്ട്.